പ്രിയരെ, ഇന്ന് ഉയർപ്പുകാലം 3-ാമത്തെ ഞായറാഴ്ചയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം. യേശുനാഥൻ പത്രോസിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ കേന്ദ്രബിന്ദു. പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശുനാഥൻ ശിമയോൻ പത്രോസിൽ ഇപ്രകാരം ചോദിക്കുകയാണ്: യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അവൻ പറഞ്ഞു: ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്ന്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവിടുന്ന് മറുപടി പറയുന്നു. വീണ്ടും രണ്ടാമതും ഇതേ ചോദ്യം തന്നെ: യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് അവിടുന്ന് മറുപടി പറയുന്നു. എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് അവിടുന്ന് വീണ്ടും ശിമയോൻ പത്രോസിന് പറയുന്നു. മൂന്നാമതും യേശുനാഥൻ ശിമയോൻ പത്രോസോട് ചോദിക്കുകയാണ്: യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. മൂന്നാമതും ചോദിച്ചതിൻ്റെ പേരിൽ പത്രോസ് ദുഃഖിതനായി. എല്ലാം അറിയുന്ന യേശുനാഥൻ തന്നോട് ഇപ്രകാരം ചോദിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വേദനയോടുകൂടി പറയുകയാണ്: നീ എല്ലാം അറിയുന്നു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ മനസ്സിലാക്കുന്നു. യേശു അവനോട് പറഞ്ഞു: എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന്. അതിനുശേഷം അവിടുന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് പത്രോസിനെ അനുഗമിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയൊരു ഉത്തരവാദിത്തം പത്രോസ്ലിഹായെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരും, എൻ്റെ സഭ നിൻ്റെ മേൽ പണിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സഭയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ചോദ്യമാണിത്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലിഹായെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് യേശുനാഥൻ ചോദിക്കുന്ന ചോദ്യമാണിത്. പ്രിയരെ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് അങ്ങ് അറിയുന്നല്ലോ എന്ന് എല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുന്ന പത്രോസിനെയാണ് നാം കാണുക. 3 പ്രാവശ്യം നിഷേധിച്ച് പറഞ്ഞ പത്രോസാണ്. കോഴി കൂന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം നിഷേധിക്കുമെന്ന് പത്രോസ്ലിഹയോട് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, 3 പ്രാവശ്യം നിഷേധിച്ച് പറഞ്ഞു. ആ പത്രോസിനോട് ഉറപ്പ് വരുത്തുകയാണ്: നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. 3 പ്രാവശ്യം തന്നെ അവൻ മറുപടി അറിയാണ്: കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെ നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയരെ, നമ്മയും കർത്താവായ യേശുനാഥൻ ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ച് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. നാം ഒരു പക്ഷേ വൈദികരാകാം, നത്താന്മാരാകാം, മുതലാളിമാരാകാം, അധ്യാപകരാകാം, എഞ്ചിനീയർമാരാകാം, ഡോക്ടർമാരാകാം, വക്കീൽമാരാകാം. ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ നീ ഇതിന് വിശ്വസ്തനാണോ, എന്നോട് വിശ്വസ്തനാണോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്: നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അതെ, ആ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഉത്തരത്തിൽ ദിവ്യനാഥൻ അവനെ വലിയ അംഗീകാരം നൽകിക്കൊണ്ട് അവനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസ്ലിഹ സ്വീകരിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു. നമുക്കും പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കാം. മറ്റുള്ളവരെക്കാൾ അധികമായി ആദ്യം ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത്. രണ്ടാമതായിട്ട് അയൽക്കാരനെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. 10 കൽപ്പനയിൽ പ്രധാനപ്പെട്ടത് ദൈവത്തെ സ്നേഹിക്കുക, എല്ലാറ്റിലുപരിയായി രണ്ടാമത് അയൽക്കാരെ സ്നേഹിക്കുക. കാണപ്പെടുന്ന അയൽക്കാരനെ സ്നേഹിക്കാതെ, സഹോദരങ്ങളെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കാണപ്പെടുന്ന സഹോദരങ്ങൾ ദൈവത്തിന് മുഖം കണ്ടുകൊണ്ട് സ്നേഹിക്കുവാനും അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ജീവൻ നയിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുവാനും പത്രോസേ പറഞ്ഞ പോലെ, കർത്താവേ, ഞാൻ അങ്ങയെ മറ്റാരേക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ള അവിശ്വാസ നിറവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് ആശീർവദിക്കട്ടെ, അവിടുത്തെ പൊൻകരങ്ങൾ നീട്ടി നമ്മെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.